പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് കട്ടിൽ മാടം. കട്ടിൽ മാടം എന്ന് പറഞ്ഞത് കുന്നംകുളത്തിനും പട്ടാമ്പിക്കും ഇടയിൽ നാഗലശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് റോഡിൻ്റെ സൈഡിൽ ഉള്ളൊരു നിർമ്മിതിയാണ്. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ഈ നിർമ്മിതി 9-10 നൂറ്റാണ്ടുകളിൽ ചേരമാൻ പെരുമാൾ ചോള പല്ലവ പീരീഡിലൊക്കെയാണ് ഇതുണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. ചേരമാൻ പെരുമാൾ മഹോദയപുരം അഥവാ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തിയിരുന്നപ്പോൾ ഉണ്ടായതാവാനിടയുണ്ട്. ഒരു ജൈന ടെമ്പിളിൻ്റെ ഒരു സാദൃശ്യവും ഇതിന് കാണുന്നുണ്ട്. എന്താണിതെന്ന് കൃത്യമായി ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണിപ്പോൾ അവരാണിത് കൈകാര്യം ചെയ്യുന്നത്. അവരും അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഒന്നും അവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടില്ല. ഒരു വാർണിംഗ് പോലെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, കട്ടിൽ മാടം. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതൊന്നും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ആയതിനാൽ നമുക്ക് ഇത് വിശ്വസിക്കാം, ജൈൻ ടെമ്പിളാണ്. അതിൻ്റെ രൂപം കണ്ട ശ്രാവണ ബലഗോള അതുപോലുള്ള മൈസൂരിലെ ചില നിർമ്മിതികളിലൊക്കെ നോക്കിയാൽ ജൈന തീർത്ഥങ്കന്മാരുടെ ശൈലി കാണാം, ചോള പല്ലവ ശൈലി കാണാം. ചേരമാൻ പെരുമാളിൻ്റെ കാലത്തുണ്ടായതാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ റിപ്പയർ ചെയ്തിട്ട് നന്നായി ഒരു പ്രസൻറ്റബിൾ ഒരു ആർക്കിടെക്ചറായിട്ട് അതിനെ ചെയ്യേണ്ടതാണ്. പുരാവസ്തു വകുപ്പ് അതിനെ പൊട്ടിപ്പോയിട്ടുള്ള ഭാഗങ്ങളിലെ സപ്പോർട്ടൊക്കെ കൊടുത്ത് അതിനെ നിലനിർത്തേണ്ടതാണ് എന്നൊക്കെയാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം നൂറ്റാണ്ടുകൾ അതിജീവിച്ചിട്ടുള്ളൊരു നിർമ്മിതിയാണത്. 9-10 നൂറ്റാണ്ടുകളിലത്തേക്കാണെങ്കിൽ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടാണ്. എത്ര വർഷം അത് നിലനിന്നു. അതിനെ സംരക്ഷിക്കണതിന് അത്തരത്തിൽ നമുക്ക് സർക്കാരിനോട് അപേക്ഷിക്കാം. എന്തായാലും ഈ ഒരു മനോഹരമായ നിർമ്മിതി കാണൂ. മനോഹരമായൊരു പാതയുടെ സൈഡിലാണിത്. കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കട്ടിൽ മാടത്തിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കൂ.